Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. രാഷ്ട്രപതിക്കെതിരായ സോണിയാഗാന്ധിയുടെ പ്രതികരണം വിവാദത്തിൽ. സോണിയാഗാന്ധിയുടെ പരാമർശത്തിൽ രാഷ്ട്രപതി ഭവൻ അതൃപ്തി അറിയിച്ചു. രാജ്യത്തെ ആദിവാസികളെയും പാവപ്പെട്ടവരെയും അപമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയ BJP സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. നയപ്രഖ്യാപനം വായിച്ച് രാഷ്ട്രപതി തളർന്നു എന്നതാണ് സോണിയാഗാന്ധിയുടെ പരാമർശം. ഉണ്ണി ബാലകൃഷ്ണൻ, സോണിയാഗാന്ധിക്ക് വാക്കുപിഴച്ചോ? സോണിയാഗാന്ധിക്ക് നിശ്ചയമായും വാക്കുപിഴച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ. പാർലമെൻറ്റ് എല്ലാ വർഷവും ചേരുന്ന ആദ്യത്തെ സമ്മേളനത്തിൽ പാർലമെൻറ്റ് സംയുക്ത സഭകളെ രാജ്യസഭയും ലോക്സഭയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ ആ പ്രസംഗമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ കേരളത്തിൽ അറിയുന്നത് പോലെ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടുകൂടിയാണ് സംസ്ഥാനത്ത് നിയമസഭാ സമ്മേളനം ഒരു വർഷം ആരംഭിക്കുന്നത് എന്നതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നത് രാഷ്ട്രപതിയുടെ രണ്ട് സഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെയാണ്. ആ നയപ്രഖ്യാപന പ്രസംഗമെന്ന് പറയുന്നത് രാജ്യത്ത് സംഭവിച്ചിരിക്കുന്ന പുരോഗതി, സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ, ഇതേ സംബന്ധിച്ചൊക്കെ വ്യക്തമായൊരു വിശദീകരണം നൽകുന്ന പ്രസംഗമാണ് രാഷ്ട്രപതി നടത്തുന്നത്. നമുക്കിപ്പോൾ ഇനി ഈ പ്രസംഗത്തിന് ശേഷം സോണിയാഗാന്ധി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കൂ. ദ പൂവർ ലേഡി, ആ പാവപ്പെട്ട സ്ത്രീ എന്നാണ്, രാഷ്ട്രപതിയാണ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. പൂവർ ലേഡി, ദ പ്രസിഡന്റ് വാസ് ഗെറ്റിംഗ് വെരി ടയേർഡ് ബൈ ദി എൻഡ്. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും വളരെ തളർന്നു പോയി ആ പാവപ്പെട്ട സ്ത്രീ. ഷീ കുഡ് ഹാർഡ്ലി സ്പീക്ക് പൂവർ തിങ് എന്നാണ്, സംസാരിക്കാൻ തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല, വളരെ കഷ്ടമായി പോയി എന്നുള്ള മട്ടിലാണ് ആ പ്രതികരണം വന്നിരിക്കുന്നത്. പൂവർ തിങ് എന്നൊരു വാക്കുകൂടി രാഷ്ട്രപതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് പറഞ്ഞിരിക്കുന്നത് പാർലമെൻറ്റ് പ്രമിസസിലാണ്, മാധ്യമങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലാണ്. ഇത്തരത്തിലുള്ളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന കാര്യത്തിൽ എന്താ സംശയം? പ്രത്യേകിച്ച് രാഷ്ട്രപതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഫസ്റ്റ് സിറ്റിസണാണ്, അല്ലേ, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റാണ്. അപ്പോൾ അവർ സംസാരിക്കുമ്പം തളർന്നു പോയി, അവർക്ക് ആരോഗ്യമുണ്ടായിരുന്നില്ല തുടങ്ങിയിട്ടുള്ള വാക്കുകൾ നമ്മുടെ ജനാധിപത്യത്തിൽ ആരും ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കാരണം ഒരു ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ നമ്മൾ വീക്കായിട്ട് എവിടെയും പറഞ്ഞുകൂടാ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചാൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് വളരെ ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ആളുകളാണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവികളിലൊക്കെ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് അവരെ പരിഹസിക്കുന്ന രീതിയിലൊക്കെ ഒരു നിയന്ത്രണം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രപതി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് പോകുമ്പോഴും രാഷ്ട്രപതി എന്ന് പറയുന്നത്, ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മറ്റൊരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. ഇത് പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് തന്നെയാണ്, പക്ഷേ അപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡാണ്. അപ്പോൾ നമ്മൾ പ്രധാനമന്ത്രിയെയൊക്കെ പല രീതിയിലും വിമർശിക്കാൻ രാഷ്ട്രീയ വിമർശനങ്ങൾ സാധ്യമാണ്. ഇപ്പോൾ മൻമോഹൻ സിംഗിനെ മൗനി ബാബ എന്ന് നരേന്ദ്രമോദി വിളിച്ചിട്ടില്ലേ, നരേന്ദ്രമോദിയെ മോത്കി സൗദാഗർ എന്ന് സോണിയാഗാന്ധി വിളിച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പരസ്പരം പല രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഏറ്റുമുട്ടൽ നടത്തും. പക്ഷേ വൺസ് യു ബിക്കം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായി ഒരാൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, രാഷ്ട്രപതിക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ പറ്റില്ല ഒരു കോടതിയിലും. ആ രീതിയിലൊക്കെ വളരെ പ്രൊട്ടക്റ്റഡ് ആൻഡ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു പോസ്റ്റാണ് രാഷ്ട്രപതിയുടേതെന്ന്. ഇന്നിപ്പം സോണിയാഗാന്ധി അത് ഈ പറയുന്ന കണക്ക് സ്വാഭാവികമായി പറഞ്ഞു പോയി. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല, ഒരു രാഷ്ട്രപതിയെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. വളരെ തളർന്നുപോയി ആ സ്ത്രീക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. ഒരു കണക്കെടുത്ത് നോക്കിയാൽ വെറുതെ സോണിയാഗാന്ധിക്ക് എത്ര വയസ്സാണുള്ളത്? 78 വയസ്സാണ്, 78. അതെ. BJPയുടെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ്റെ പ്രായം എത്രയാണ്? 82ആണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടേത് 82 വയസ്സാണ്. നരേന്ദ്രമോദിയുടെ പ്രായം എത്രയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രായം എത്രയാണ്? 75 വയസ്സാണ്. ദ്രൗപദി മുർമുവിൻ്റെ പ്രായം എത്രയാണ്? 66 വയസ്സാണ്. 66 വയസ്സ്. അപ്പോൾ ഇവരുടെ കൂടുതൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ് ദ്രൗപദി മുർമു എന്ന് മാത്രവുമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ പ്രസിഡൻ്റായ ആൾ കൂടിയാണ് ദ്രൗപദി മുർമു കേട്ടോ. 64ാമത്തെ വയസ്സിൽ അവർ ഇന്ത്യയുടെ പ്രസിഡൻ്റായി എന്നുള്ളതാണ്. ചെറിയൊരാളല്ല ദ്രൗപദി മുർമു. ദ്രൗപദി മുർമുവിന് വലിയ ചരിത്രമുണ്ട്. ഒഡീഷയിലെ ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്ന് വരുന്നു. ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടാണ് ദ്രൗപദി മുർമു അവരുടെ ഈ പറയുന്ന രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ പടവ് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടാണ്. അവിടെ നിന്ന് വളർന്ന് അവർ നവീൻ പട്നായിക്കിൻ്റെ മന്ത്രിസഭയിൽ വളരെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോസ് കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയായി മാറുന്നു. ഏറ്റവും ഒടുവിൽ അവർ ജാർഖണ്ഡ് ഗവർണറായി മാറുന്നു. അവസാനം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറുന്നു. ഇന്ത്യയുടെ ഗോത്ര വിഭാഗത്തിൽ നിന്നുണ്ടാകുന്ന ആദ്യത്തെ രാഷ്ട്രപതിയായിട്ട് ദ്രൗപദി മുർമു മാറുന്നു. അങ്ങനെ ഒരു ചരിത്രം ദ്രൗപദി മുർമുവിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദ്രൗപദി മുർമുവിനെ കുറിച്ച് അവരങ്ങ് തളർന്നു പോയി സംസാരിച്ചപ്പോൾ എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമായി പറഞ്ഞതാണെന്നൊക്കെ നമുക്ക് വിശദീകരിക്കാമെങ്കിൽ കൂടിയും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരാളെക്കുറിച്ചാണ് സോണിയാഗാന്ധിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട, കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷയായിരുന്നു, ഓപ്പോസിഷൻ ലീഡറായിരുന്നു. സോണിയാഗാന്ധി മാത്രമല്ല, 2004 മുതൽ 2014 വരെ UPA സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ UPAയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. ആ രീതിയിലൊക്കെ വലിയ പോസ്റ്റുകൾ ഹോൾഡ് ചെയ്തിട്ടുള്ള, ഇപ്പോഴും രാജ്യസഭാംഗമായിരിക്കുന്ന, പല തവണ റായ്ബറേലി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ജനപ്രതിനിധിയായിട്ടുള്ള സോണിയാഗാന്ധിയെ പോലൊരാൾ ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ കമൻറ്റും ചോദിക്കുന്നുണ്ട്. ബോറിംഗ് എന്നാണ് പറഞ്ഞത്. ബോറിംഗ്, നോ കമൻസ് എന്നാണ് പറഞ്ഞത്. അങ്ങനൊന്നുമല്ല.
ഇത്തരം കാര്യങ്ങളിനകത്ത് പ്രതികരിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമാണ് ഇന്ന് ദ്രൗപദി മുർമു പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ആ പ്രസംഗത്തിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്? എത്ര ഹൈലൈറ്റ്സ് ഉണ്ട് ആ കാര്യത്തിനകത്ത് അല്ലേ? സർക്കാരിൻ്റെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ ലോകത്ത് തന്നെ 3-ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ പോകുന്നു എന്നാണ് ദ്രൗപദി മുർമു പ്രഖ്യാപിച്ചത്. അതാണോ രാജ്യത്തിൻ്റെ സ്ഥിതി? പ്രതിപക്ഷം ചോദിക്കണ്ടേ? എവിടെയാണ് ഇന്നത്തെ രാജ്യത്തെ ഇൻഫ്ലേഷൻ്റെ നിരക്ക് എത്രയാണ്? എന്താണ് നമ്മുടെ ഗ്രോത്ത് റേറ്റ്? ആ ഗ്രോത്ത് റേറ്റും ഇൻഫ്ലേഷൻ റേറ്റും വെച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യയെ മാറ്റാൻ കഴിയുമോ? പ്രതിപക്ഷം ചോദിക്കണം, ആ ചോദ്യം ചോദിക്കണം. അൺഎംപ്ലോയ്മെൻറ്റ് ധാരാളമായി പരിഹരിച്ചിരിക്കുന്നു, ഇനി പരിഹരിക്കാൻ പോകുന്നു എന്നുള്ള വിഷയമാണ് അടുത്തതായിട്ട് പറയുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? അതിന്നും രാജ്യത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ BJPക്കെതിരായിട്ട് ഉയർന്നു വന്ന ഏറ്റവും വലിയ പ്രശ്നം അൺഎംപ്ലോയ്മെൻ്റ് ആയിരുന്നില്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വോട്ട് നഷ്ടമുണ്ടായ പാർട്ടിയല്ലേ BJP? അത് ചോദിക്കണ്ടേ? അത്തരം കാര്യങ്ങൾ ചോദിക്കണ്ടേ? 1 നേഷൻ 1 ഇലക്ഷനിലേക്ക് പോകുന്നു. എന്തടിസ്ഥാനത്തിൽ പോകുന്നു? രാജ്യത്തിൻ്റെ ഫെഡറലിസം തകർക്കുന്ന ഒരു പരിപാടിയല്ലേ അത്? പ്രതിപക്ഷം ഉന്നയിക്കാമല്ലോ, പ്രതിപക്ഷത്തിന് ഉന്നയിക്കേണ്ട വിഷയമല്ലേ? വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നിയമം ഉണ്ടാക്കുന്നു, അത് ന്യൂനപക്ഷത്തിനുണ്ടാക്കിയിരിക്കുന്ന ആശങ്ക ഉയർത്തപ്പെടേണ്ടതല്ലേ? അങ്ങനെ തുടങ്ങി എന്തെന്തെല്ലാം വിഷയങ്ങളാണിന്ന് ദ്രൗപദി മുർമു നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട സ്ഥലത്താണ് ആ പാവത്തിന് ആരോഗ്യമില്ല, ആ പാവത്തിന് സംസാരിക്കാൻ അവസാനം കഴിഞ്ഞില്ല, അവർക്ക് തീരെ ശേഷി ഉണ്ടായിരുന്നില്ല, പൂവർ തിങ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പാർലമെൻറ്റിൻ്റെ പ്രെമിസൈസിൽ വെച്ചിട്ട് പറയുന്നത് എന്നുള്ളതാണ്. അത് അങ്ങേയറ്റം എന്താ പറയുക, അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ആയി കഴിഞ്ഞാൽ പിന്നെ ആ രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു വ്യക്തിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ലോകത്തിന് മുമ്പിൽ ഇന്ത്യ അവതരിപ്പിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പൗരൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ ആരോഗ്യത്തെക്കുറിച്ചും അവരുടെ ശരീരശേഷിയെക്കുറിച്ചും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള കമൻറ്റ് രാജ്യത്ത് നിന്ന് തന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമാണ്. ലോകത്തെവിടെയും നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. വൺസ് യു ബിക്കം ദി പ്രസിഡന്റ്, യു ആർ ദി ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ദി കൺട്രി. ആ മനുഷ്യനെ കുറിച്ച് ഒരു സ്ഥലത്തും മോശമായി പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എല്ലാ നിമിഷവും പരിശോധിച്ചുകൊണ്ടിരിക്കും, എല്ലാ ദിവസവും പരിശോധിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ അടക്കം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിട്ടും ആരോഗ്യതയായിട്ടും മാത്രമേ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഈ ഇമേജ് മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അതായത് നിങ്ങൾക്കൊരു ദിവസം പോലും നിങ്ങളുടെ ഒരു പ്രധാനമന്ത്രിയെയും തലമുടി ഒന്ന് വളർന്ന് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരിക്കലും കാണാൻ കഴിയില്ല. താടി ഒന്ന് നീട്ടി കണ്ടിട്ടുണ്ടോ? കാണാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇപ്പം നരേന്ദ്രമോദി താടി വളർത്താൻ തീരുമാനിച്ച സമയത്താണ് മോഡിയുടെ താടി വളരുന്നത്. അല്ലാത്ത സമയത്തെന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇമേജ് മേക്കേഴ്സ് ഉണ്ട്. അവർ വന്ന് വളരെ കൃത്യമായിട്ട് മുടി ഒതുക്കി താടിയൊക്കെ വൃത്തിയാക്കി അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവരെ അവതരിപ്പിക്കുക. അത് ഈ പറയുന്നതാണ് എന്താണെന്ന് വെച്ചാൽ രാജ്യം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് നിങ്ങളെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചും അവരുടെ ശാരീരിക ശേഷിയെ സംബന്ധിച്ചും ഒരു സംശയം പോലും ഉന്നയിക്കാൻ പാടില്ല. അത് തെറ്റായൊരു വഴക്കമാണ്. തെറ്റായ വഴക്കമൊന്നല്ല, അങ്ങനെ ഒരു വഴക്കമില്ല, അത് പാടില്ല. ഇപ്പോൾ മൻമോഹൻ സിംഗ്, അതേപോലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് 1998 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നല്ലോ വാജ്പേയിക്കൊരു സർജറി വേണ്ടി വന്നു, ഒരു ശസ്ത്രക്രിയ, മുട്ടുകാലിൻ്റെ ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നു. ആ ശസ്ത്രക്രിയയുടെയൊക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ രാജ്യം വളരെ ഉദ്വേഗത്തോടുകൂടി കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെയൊക്കെ ബുള്ളറ്റിൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ സൂക്ഷിച്ച് വേണ്ടതായിട്ടുള്ള ബുള്ളറ്റിൻസാണ് വരിക. കാരണം വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഏതോ കുഴപ്പം പിടിച്ച് ആശുപത്രിക്കകത്ത് കിടക്കുന്നു എന്നുള്ളൊരു ഇംപ്രഷനൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇന്നിപ്പോൾ വളരെ കൃത്യമായിട്ട് രാഷ്ട്രപതി ഭവൻ പറഞ്ഞിരിക്കുന്ന വാക്കാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വാക്ക്. എന്താണെന്ന് അറിയാം അവർ പറഞ്ഞിരിക്കുന്നത്? ഇൻ പുവർ ടേസ്റ്റ് അൺഫോർച്ചുനേറ്റ് ആൻഡ് എൻറ്റയർലി അവോയ്ഡബിൾ. പുവർ ടേസ്റ്റിലാണ്, മോശപ്പെട്ട ഒരു പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ് ആണ്, അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ആൻഡ് എൻറ്റയർലി അവോയ്ഡബിൾ, ഒഴിവാക്കാവുന്നതായിരുന്നു. ഇതാണ് വളരെ പക്വതയോടുകൂടി രാഷ്ട്രപതി ഭവൻ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത്. മാത്രമല്ല, ദ്രൗപദി മുർമുവിനെ കുറിച്ചൊരു വരി കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും കൃഷിക്കാർക്ക് വേണ്ടിയും രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും എപ്പോഴും ശബ്ദം ഉയർത്തിയിട്ടുള്ളൊരു നേതാവാണ് ദ്രൗപദി മുർമു. അതുകൊണ്ട് അവർക്ക് അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരവശതയും ഉണ്ടാവില്ല എന്നാണ് പ്രസിഡന്റിന്റെ പ്രസ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് സംശയം അക്കാര്യത്തിനകത്തില്ല. ദ്രൗപദി മുർമു റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് വിയോജിക്കുകയോ ചെയ്യാം. പക്ഷേ ദ്രൗപദി മുർമുവിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ ഉണ്ട്. അതൊന്നും എളുപ്പമല്ലെന്നേ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഒരാൾക്ക് ഈ രീതിയിൽ ഉയർന്നു വരാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു രാജ്യമാണ് നമ്മുടേത്. അത്തരം രീതിയിൽ അടിച്ചമർത്തപ്പെട്ടൊരു വിഭാഗമാണ്. ഇന്നിപ്പം നരേന്ദ്രമോദി പറയുന്നുണ്ട് 10 കോടി വരുന്ന ഗോത്രവർഗ്ഗക്കാരെയാണ് അപമാനിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് BJP ഇത് വലിയ തോതിൽ ഉപയോഗിക്കുമെന്ന കാര്യത്തിലൊന്നും സംശയമില്ല. അതിനൊരു വഴിവെച്ച് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചെയ്തിരിക്കുന്നത്. അതെന്തോ ആവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ദ്രൗപദി മുർമുവിൻ്റെ രാഷ്ട്രീയത്തോട് യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാം. പക്ഷേ ദ്രൗപദി മുർമു എന്ന് പറയുന്ന ലീഡറിൻ്റെ എമർജൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹിത്യത്തിൽ അത്ര ഈസി അല്ല. ആദിവാസികൾക്ക് അങ്ങനെ എളുപ്പത്തിൽ വളർന്നൊരു വലിയ പൊസിഷനിലെത്താൻ പറ്റുമോ നമ്മുടെ രാജ്യത്ത്? അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാർക്ക് പറ്റുമോ? എന്തിനേറെ പറയുന്നു, പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് ഏറ്റവും ഉയർന്ന രാഷ്ട്രപതിയുടെ പോസ്റ്റല്ലേ? ആ രാഷ്ട്രപതിയുടെ പോസ്റ്റിലേക്ക് ഒരാൾ എത്തുന്നു എന്ന് പറയുന്നത് അതും ഒരു വനിത എത്തുന്നു. അതാണല്ലോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രാംനാഥ് കോവിന്ദ് ദളിത് വിഭാഗത്തിൽപ്പെട്ട നേതാവാണ്. അദ്ദേഹം ബീഹാറിൻ്റെ ഗവർണറായിരുന്നു. അദ്ദേഹം വലിയ UP-യിലെ ഏറ്റവും പ്രധാനപ്പെട്ട BJP-യുടെ നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് ഒരു പുരുഷനാണ് കേട്ടോ. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു സ്ത്രീ ഗോത്രവർഗത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി പ്രവർത്തിച്ച് വളർന്നു വന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ നേട്ടമല്ല. ഇന്ത്യക്ക് ആദ്യമായി ഒരു വനിതാ രാഷ്ട്രപതിയെ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. അത് പ്രതിഭാ ദേവി സിംഗ് പാട്ടീലാണ്. അങ്ങനെ ഒരു കാര്യം കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അവരത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 64 വയസ്സുള്ളപ്പോഴാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്നത്. അപ്പോൾ അതൊന്നും ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെയൊന്നുമുള്ള പരിഹാസ വാക്കുകൾ പറയാൻ ആർക്കും അർഹതയില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ BJP പിക്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ രാഷ്ട്രീയ സാധ്യതയെ അവർ കണ്ടെത്തിയിരിക്കുന്നു. വളരെ പെട്ടെന്നല്ലേ റോയൽ ഫാമിലി എന്ന വാക്ക് ഉപയോഗിച്ചത്. നരേന്ദ്രമോദി ഉപയോഗിച്ചിരിക്കുന്നല്ലോ. ഷാഹി പരിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ഫാമിലിയാണ്. നിങ്ങൾ റോയൽ ഫാമിലിയാണ്, നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ഈ രാജ്യത്തെ 10 കോടി ഗോത്രവർഗത്തിലെ അപമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്ന് പറയും വിധത്തിലേക്ക് ആ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് വളരെ പെട്ടെന്ന് JP നഡ്ഡയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു, നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള വഴിവെച്ചു കൊടുത്തു കോൺഗ്രസ് കാര്യത്തിൽ സംശയമില്ല. ഇതിനൊരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത് ഒരു അടുക്കള വർത്തമാനം പോലെ പറയേണ്ട കാര്യമല്ല. ഇന്ത്യൻ രാഷ്ട്രീയ അടുക്കള വർത്തമാനം എന്നുള്ള ശരിയായ പ്രയോഗമല്ല. അടുക്കള വർത്തമാനം എന്ന് പറഞ്ഞാൽ എന്നാൽ അത് പിൻവലിച്ചു. ഇനിയിപ്പോൾ അത് ഒരു വാക്ക് പ്രശ്നമാക്കണ്ട. ചില ഈ കിച്ചൺ ഡിപ്ലോമസി എന്നൊക്കെ പറയത്തില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇനി പോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അല്ല, ഈ പറയുന്ന വെച്ചാൽ ഈ ചുമ്മാ ഇരുന്നിട്ടേ നമുക്ക് ഈ വർത്തമാനം പറഞ്ഞ് തമാശ പറഞ്ഞ് കളിക്കാവുന്ന ഒന്നാമത് പാർലമെന്റിന്റെ പ്രൊമൈസസ് ആണ്. അവിടെ നിന്നിട്ട് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളുകൾ കൂടിയിരുന്നിട്ട് സംസാരിക്കുമ്പോൾ പറയേണ്ട ഒരു വാക്കോ രീതിയോ ഒന്നുമല്ല. അത് അവിടെ ഒരു വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. എനിക്ക് തോന്നുന്നു അതിനകത്ത് അപ്പോളജി പറയേണ്ടി വരും എന്ന് തന്നെയാണ്. അത് പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 2-3 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന്, നിങ്ങളിപ്പോൾ ഈ രാഷ്ട്രപതിയെക്കുറിച്ച് പറയുമ്പോൾ ആ രാഷ്ട്രപതിയെ ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നില്ല, ദ്രൗപദി മുർമുവിനെ എന്ന് പറഞ്ഞിട്ട് ഖാർഗെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രാംനാഥ് കോവിന്ദിനെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം ഉണ്ടല്ലോ, പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ രാഷ്ട്രപതിയെ നിങ്ങൾ തന്നെ ബഹുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡിഫൻസിലേക്ക് ഖാർഗെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ന്യായീകരിക്കുന്നില്ല, പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇവരെയൊന്നും അങ്ങനെ ബഹുമാനിക്കാത്ത ആളുകളല്ല, ഇതൊരു എന്താ പറയുക മീഡിയ ട്വിസ്റ്റാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ വളരെ ക്ലിയറാണ് ആ പറയുന്ന വാക്കുകൾ, ആ വീഡിയോയും ആ ഓഡിയോയും വളരെ ക്ലിയറാണ്. അത്തരത്തിൽ ഉത്തരവാദിത്തരഹിതമായി പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അത് വലിയ വീഴ്ചയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. സുജയ, വാക്ക് പിഴച്ചോ? വാക്ക് പിഴച്ചു എന്ന് മാത്രമല്ല, ആ വാക്ക് പ്രയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇവർ 3 പേരും, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും, മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി നിൽക്കുന്ന അവരുടെ വീട്ടിലെ ഒരു മുറിയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും രാഷ്ട്രപതിയെയൊക്കെ വിലയിരുത്തുന്നത് എന്നുള്ളത് പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങൾ അതിൽ പ്രത്യേകിച്ചൊന്നും കൂട്ടിച്ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ തന്നെ വാക്കുകളാണ്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വാക്ക് തന്നെയാണ് അവിടെ നേരിട്ട് കേട്ടത്. അവരെന്താണ് എന്നത് കൃത്യമായി എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. രാഷ്ട്രപതിയെക്കുറിച്ച് ഒക്കെ അവർ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ എന്താണ് എന്നുള്ളത് പൊതുസമക്ഷത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ആ ഒരു പ്രതികരണങ്ങൾ പുറത്തേക്ക് വന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പാവം രാഷ്ട്രപതി വായിച്ച് തളർന്നു എന്ന മട്ടിലാണ്. അതായത് തളർച്ച വരുന്ന ഒരാളാണ് ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ രാഷ്ട്രപതി. തളർച്ച വന്നു പോകുന്നു എന്ന് പറയുന്നതൊക്കെ അതൊക്കെ ആലോചിച്ചുറപ്പിച്ച് മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ പുറത്തേക്ക് വരുന്നത്. അല്ലാതെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശിക്കാൻ കഴിയുന്ന, സർക്കാരിനെ വിമർശിക്കാൻ പറ്റുന്ന, പ്രധാനമന്ത്രിയെ തന്നെ നേരിട്ട് വിമർശിക്കാൻ പറ്റുന്ന, BJP വിമർശിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നുപോലും എടുത്ത് പറയുന്നതിന് പകരം ഇക്കാര്യത്തിലേക്കാണ് പോകുന്നത്. അതായത് ഇതൊരു നോൺ ഇഷ്യൂ ആണ്. രാഷ്ട്രപതി ടയേർഡായോ, രാഷ്ട്രപതി ആക്റ്റീവ് ആയിരുന്നോ എന്നുള്ളതിനേക്കാൾ രാഷ്ട്രപതി വായിച്ച നയപ്രഖ്യാപനമാണ് രാജ്യം ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പാർലമെന്റ് അംഗങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അതിൻ്റെ തുടർച്ചയായി വരാൻ പോകുന്ന ബജറ്റിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് പാർലമെന്റ് വളപ്പിൽ നിൽക്കുമ്പോഴെങ്കിലും. പക്ഷേ അപ്പോഴും അതേക്കുറിച്ചൊന്നും ഒരു സീരിയസ് മാറ്ററിലേക്ക് കടക്കാതെ, ഇത് സീരിയസ് ആയ മാറ്റർ അല്ല എന്നുള്ള അർത്ഥം, സീരിയസ് ആയ വിഷയങ്ങളെക്കുറിച്ച്, ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും വളർച്ചാ നിരക്കിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇത് ഒരു പൊള്ളയായ വാഗ്ദാനങ്ങളാണ് എന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. പൊള്ളയായ വാഗ്ദാനങ്ങളിൽ നിന്ന് ഭാഗം പ്രയോഗിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി സംസാരിക്കുകയായിരുന്നെങ്കിൽ സോണിയാഗാന്ധിക്ക് എത്ര നന്നായി, എത്ര മനോഹരമായി ആ സംഭാഷണം അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നു. അവിടേക്ക് രാഷ്ട്രപതിയെ കൊണ്ടുവരുന്നു, രാഷ്ട്രപതി തളർന്നു എന്നുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു. വായിച്ചു കഴിഞ്ഞപ്പോഴേക്ക് തളർന്നു പോയി എന്ന് പറയുന്നതിന് പകരം വായിച്ച ഭാഗത്തെക്കുറിച്ചുള്ള വിമർശനമായിരുന്നു ആ പാർലമെന്റ് വളപ്പിൽ നിൽക്കുമ്പോഴെങ്കിലും സോണിയാഗാന്ധിയിൽ നിന്ന് വരേണ്ടിയിരുന്നത് എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം സോണിയാഗാന്ധി എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം, ഇത് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയധികം ചർച്ചയാവില്ലായിരുന്നു. കാരണം പ്രിയങ്ക ഗാന്ധി MP ആയി ആദ്യ ഊഴത്തിൽ എത്തുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ അവർക്കൊരു ആനുകൂല്യം കിട്ടും. കാരണം പാർലമെന്റിൽ ഇത്ര ദിവസങ്ങൾ മാത്രമേ അവരായിട്ടുള്ളൂ അംഗമായിട്ട്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ഒരു വാക്കുപിഴ വന്നു എന്ന് പറയാം. പക്ഷേ സോണിയാഗാന്ധി അങ്ങനെയല്ല. സോണിയാഗാന്ധി എത്ര കാലമായി ലോക്സഭാ MP ആണ്, തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ നിന്ന് എത്ര നയപ്രഖ്യാപനം കേട്ടയാളാണ്. അതുപോലെ തന്നെ 2 സർക്കാരുകളെ, UPA 1 and 2 2 സർക്കാരുകളെയും നയിച്ചയാളല്ലേ, പ്രധാനമന്ത്രി
ആയില്ലെങ്കിലും സോണിയാഗാന്ധി തന്നെ ആയിരുന്നല്ലോ കപ്പിത്താൻ. അപ്പോൾ അങ്ങനെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പായി ഇരുന്നു കൊണ്ട് ഒരു രാജ്യത്തിന്റെ നയപ്രഖ്യാപനം തയ്യാറാക്കുന്ന 10 വർഷക്കാലം 2 ടേമുകളല്ല UPA 1 and 2 അതിന്റെ രണ്ടിന്റെയും സാരഥ്യത്തിൽ ഉണ്ടായിരുന്ന സോണിയാഗാന്ധി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോണിയാഗാന്ധി പറഞ്ഞതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതി ഭവന് ഇന്ന് ആ നോട്ട് ഇറക്കേണ്ടി വന്നത് എന്നതുകൂടി നമ്മൾ എടുത്ത് കാണേണ്ടിയിരിക്കുന്നു. ആ നോട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ടല്ലോ, ഉണ്ണി സാർ പറഞ്ഞ അവസാനത്തെ വാചകമാണ്. അവസാനത്തെ വാചകം മാത്രമല്ല, അതല്ലാതെ ബാക്കി ഭാഗങ്ങൾ കൂടി നമ്മൾ അതിൽ നോക്കേണ്ടതുണ്ട്. രാഷ്ട്രപതി ഭവന്റെ ആ പ്രസ് റിലീസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവരൊരു പ്രസ് റിലീസായി തന്നെ അത് ഇഷ്യൂ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് അത് ഇഷ്യൂ ചെയ്യേണ്ടി വന്നത് എന്നത് കൂടി നമ്മൾ നോക്കണം. ഇവിടെ while reacting to the media on the honorable president's address to the parliament, അതായത് മാധ്യമങ്ങൾ അവിടെ വെറുതെ വന്ന് നിന്നതല്ല, പാപ്പരാസിയും അല്ല, മാധ്യമങ്ങൾ അവിടെ പ്രതികരണം എടുക്കാൻ വന്ന് നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾ ഉണ്ട് എന്ന് സോണിയാഗാന്ധി അവെയറാണ്. മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള ഒരു ന്യായം അല്ലെങ്കിൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന ന്യായം നിൽക്കില്ല. മാധ്യമങ്ങൾ അവിടെയുണ്ട്, ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ട്, ക്യാമറയ്ക്ക് മുന്നിലാണ് താൻ എന്നതിൽ സോണിയാഗാന്ധി അവെയറാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് സോണിയാഗാന്ധി ഇരുവശത്തുമായി നിൽക്കുന്ന മക്കളോട്, വീട്ടിലൊരു പക്ഷേ അവരങ്ങനെ സംസാരിക്കുമായിരിക്കാം, അത് അവരുടെ സൗകര്യം, പക്ഷേ ഒരു പാർലമെന്റ് വളപ്പിൽ നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തന്നെ അത് രാഷ്ട്രപതി ഭവനും ഉദ്ദേശിച്ചിരിക്കുന്നത്. സം പ്രോമിനന്റ് ലീഡേഴ്സ് ഓഫ് ദ കോൺഗ്രസ് പാർട്ടി ഹാവ് മെയ്ഡ് കമന്റ്സ് ദാറ്റ് ക്ലിയർലി ഹേർട്ട് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഹൈ ഓഫീസ്. അപമാനമുണ്ടായി എന്നുള്ളത് BJPയോ നരേന്ദ്രമോദിയോ അല്ല പറയുന്നത്. രാഷ്ട്രപതിയുടെ തന്നെ പ്രസ് സെക്രട്ടറി ഇങ്ങനെ ഒരു പ്രസ് റിലീസ് ഇറക്കണമെങ്കിൽ അത് രാഷ്ട്രപതി പറഞ്ഞിട്ടാണ്. രാഷ്ട്രപതിയെ ഡീപ്ലി ഹേർട്ട് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അതോറിറ്റിയെ അപമാനിച്ചത് കൊണ്ടാണ് ആ വേദന ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഡിഗ്നിറ്റി ഓഫ് ദ ഹൈ ഓഫീസ് അത് തന്നെയാണ്. അപ്പോൾ അപമാനപ്പെട്ടു അല്ലെങ്കിൽ വ്രണപ്പെട്ടു എന്നുള്ളത് അവർ തന്നെ പറയുകയാണ്. പ്രിയങ്ക ഗാന്ധി പ്രതിരോധമായി പറയുന്നത് എന്താണ്? മൈ മദർ ഈസ് 78 years ആയി സോണിയാഗാന്ധിക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രതിരോധം തീർക്കാൻ പ്രിയങ്ക ഗാന്ധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിരോധം വിലപ്പോകില്ല എന്നുള്ളതാണ്. കാരണം ദ പുവർ ലേഡി, ദ പ്രസിഡന്റ് വാസ് ഗെറ്റിംഗ് വെരി ടയർഡ് ബൈ ദ എൻഡ്, ഷീ കുഡ് ഹാർഡ്ലി സ്പീക്ക്, പുവർ തിങ് എന്ന് പറഞ്ഞുകൊണ്ട് പുവർ ലേഡി എന്ന് ആദ്യം പറയുന്നു, അവസാനിപ്പിക്കുമ്പോൾ പുവർ തിങ് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംബോധന ചെയ്താൽ മതി രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ എന്നുള്ളത് അവരുടെയൊക്കെ മനസ്സിലുള്ള ആ ഒരു മാടമ്പിത്തവും ആ ഫ്യൂഡൽ മനോഭാവവും ഒക്കെ തന്നെയാണ്. രാഷ്ട്രപതി എന്ന് പറയുന്ന ആ ഹയസ്റ്റ് ഓഫീസിലേക്ക് വരുന്ന ആളെ, ആ ആളുടെ പശ്ചാത്തലം നോക്കി ബഹുമാനിക്കുക എന്നുള്ള ഒരു രീതിയാണോ സോണിയാഗാന്ധിക്കും കോൺഗ്രസിനും ഉള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തവണ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും എല്ലാ MP-മാരും സത്യപ്രതിജ്ഞ ചെയ്തത്. ഭരണഘടന മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടത്തിലൂടെയാണ് ശക്തിയുള്ള ഒരു പ്രതിപക്ഷമായി മാറിയെന്ന് അവരിപ്പോഴും അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഭരണഘടനാപരമായി ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ, ആ ഓഫീസിനെ ഇങ്ങനെയാണോ അവർ ബഹുമാനിക്കുന്നത് എന്നുള്ള ചോദ്യം ഇവിടെയുണ്ട്. കാരണം ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്ത രാഹുൽ ഗാന്ധിയും ഇപ്പുറത്ത് എന്താണ് പറയുന്നത്? ബോറിംഗ് എന്നാണ്. കണ്ടന്റിനെ അല്ല, ഉള്ളടക്കത്തെ നിങ്ങൾക്ക് വിമർശിക്കാം. രാഷ്ട്രപതി വായിച്ച നയപ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കത്തെ പ്രതിപക്ഷത്തുള്ള ആര് വിമർശിച്ചാലും രാഷ്ട്രപതി ഭവൻ ഇതുപോലെയുള്ള ഒരു പ്രസ് നോട്ട് ഇറക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ദീസ് ലീഡേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സോണിയാഗാന്ധി എന്നല്ല. അപ്പോൾ അതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധി പറഞ്ഞ സ്റ്റേറ്റ്മെന്റും രാഷ്ട്രപതി ഭവൻ കൃത്യമായി തന്നെ അത് അക്കൗണ്ടിലേക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ദ പ്രസിഡന്റ് വാസ് ഗെറ്റിംഗ് വെരി ടയർഡ് ബൈ ദ എൻഡ് ആൻഡ് ഷീ കുഡ് ഹാർഡ്ലി സ്പീക്ക്. ആ പറഞ്ഞ വാചകം തന്നെ റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു ഈ പ്രസ് നോട്ടിൽ. രാഷ്ട്രപതി ഭവൻ വുഡ് ലൈക്ക് ടു ക്ലാരിഫൈ ദാറ്റ് നത്തിങ് കുഡ് ബി ഫാർദർ ഫ്രം ദ ട്രൂത്ത്. ദ പ്രസിഡന്റ് വാസ് നോട്ട് ടയർഡ് അറ്റ് എനി പോയിന്റ്. ഒരു ഘട്ടത്തിലും ഈ പ്രസംഗം വായിച്ച 1 മണിക്കൂർ പ്ലസ് ആയിരുന്നു പ്രസംഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പോലും രാഷ്ട്രപതിക്ക് ഒരു തരത്തിലുമുള്ള ഒരു വയ്യായികയും ഉണ്ടായിരുന്നില്ല എന്നവർക്കൊരു വാർത്താക്കുറിപ്പ് ഇറങ്ങേണ്ടി വരികയാണ്. എന്തൊരു കഷ്ടമാണ്, ഒരു നയപ്രഖ്യാപനം നടത്തിയതിനു ശേഷം രാഷ്ട്രപതിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്ന് രാജ്യത്തോട് പറയാനായി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കേണ്ട ഗതികേടിലേക്ക് രാഷ്ട്രപതി ഭവനെ തള്ളിവിട്ടിരിക്കുകയാണ് ഇന്ന് സോണിയാഗാന്ധിയുടെ ഈ നാക്കുപിഴ എന്നുള്ള സോണിയാഗാന്ധി നടത്തിയ ഈ പരാമർശം. അത് ഒട്ടും തന്നെ ഉചിതമായില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഷീ ഹാസ് ബിലീവ് ദാറ്റ് സ്പീക്കിംഗ്, ഉണ്ണി സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്കും കർഷകർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമായി ഏറെക്കാലം പ്രവർത്തിച്ച് തന്നെയാണ് ഈ രാഷ്ട്രപതി പദവിയിലേക്ക് വന്നു ചേർന്നത്. അല്ലാതെ ആരും താലത്തിൽ വെച്ച് കൊടുത്ത രാഷ്ട്രപതി പദവിയൊന്നുമല്ല ദ്രൗപദി മുർമുവിന്. അപ്പോൾ ദ്രൗപദി മുർമുവിനെ അവർ റെപ്രസെന്റ് ചെയ്യുന്ന ഗോത്രവിഭാഗങ്ങളെ, ഈ ഗോത്രവിഭാഗങ്ങളെ, ആദിവാസി വിഭാഗങ്ങളെയൊക്കെ ഏത് രീതിയിലാണ് കാണുന്നത്? 1 മണിക്കൂർ സംസാരിച്ചാൽ ക്ഷീണിച്ചു പോകുന്നവരാണ് അവരെന്ന രീതിയിലുള്ള ഒരു പൊതുവൽക്കരണത്തിലേക്ക് ഇതിനെ നിർബന്ധമായും കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ തീർച്ചയായും കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും BJPക്ക് ഇതൊരു വിഷയമാക്കി തന്നെ കാട്ടാൻ കഴിയും. കാരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു വരുമ്പോൾ ഈ ഒരു ഹൈ പോസ്റ്റിലേക്ക്, രാഷ്ട്രപതി പദവിയിലേക്ക് കൊണ്ടുവരാൻ കൃത്യമായി ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് അവരെ വളരെ പ്രൗഡായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ വ്യക്തിയെ ഇവിടെ അപമാനിക്കുന്നത് ആരാണ്?
കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന വനിത സോണിയാഗാന്ധി എന്നുള്ളത് നിലവിൽ കോൺഗ്രസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന വനിത ആരാണ് എന്ന് ചോദിച്ചാൽ അത് സോണിയാഗാന്ധിയാണ്. അങ്ങനെയുള്ള സോണിയാഗാന്ധിയെ മറ്റാരെങ്കിലും ഇപ്പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരാൾ പറഞ്ഞാൽ കോൺഗ്രസ് സഹിക്കുമോ? ഇതുപോലെ സോണിയാഗാന്ധിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, സോണിയാഗാന്ധിക്ക് ക്ഷീണമാണ് എന്നൊക്കെ അവരുടെ രോഗാവസ്ഥയിൽ അവരിയ്ക്കുന്ന കാലത്ത് പോലും ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ സോണിയാഗാന്ധി പറയാത്തത് എന്തുകൊണ്ടാണ്? അത് പരസ്പരം കാണിക്കുന്ന മര്യാദയാണ്. ആ ഒരു മര്യാദ അതേ സോണിയാഗാന്ധി ലംഘിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നമായി ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതി ഭവന് ഇങ്ങനെയൊരു അൺഅക്സെപ്റ്റബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രപതിയുടെ ഡിഗ്നിറ്റിയെ തന്നെയാണ് അത് ഹർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ BJP അധ്യക്ഷനും മന്ത്രിയുമായ JP നദ്ദയും ഒക്കെ രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ തുടർന്ന് നടത്തുന്നുണ്ട്. കോൺഗ്രസിന് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കഴിയും, പക്ഷേ ഇവിടെ സോണിയാഗാന്ധി ചെയ്തത് പൊറുക്കാനാവാത്ത അപരാധം തന്നെയാണ്. പ്രത്യേകിച്ചും രോഗാവസ്ഥയിലൊന്നുമല്ല രാഷ്ട്രപതി, അവർക്ക് ക്ഷീണമില്ല എന്ന് രാഷ്ട്രപതി ഭവൻ തന്നെ ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ട്രൈബൽ പ്രസിഡന്റ് ക്ഷീണിച്ചു പോയി, അതൊരു പരിഹാസമാണ്, വാക്കുപിഴയല്ല, അതൊരു പരിഹാസമാണ്. രാഹുൽ ഗാന്ധിയോട് ഇപ്പുറത്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നത്? ബോറിംഗ് എന്നുള്ളതാണ്. അതായത് ആ പ്രസംഗം ബോറിംഗ് ആണ്. ഒരു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തെ പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നത് ബോറിംഗ് എന്നാണ്. അതിന്റെ കണ്ടന്റിനെ കുറിച്ചല്ല, ഉള്ളടക്കത്തെക്കുറിച്ച് പറയാം. ബോറടിച്ചത് എന്തുകൊണ്ടാണ്? രാഷ്ട്രപതി വായിച്ചത് കൊണ്ടാണോ? തൊട്ടു മുമ്പേ അമ്മയും MP-യുമായ സോണിയാഗാന്ധി പറഞ്ഞത് അവരത് വായിച്ചങ്ങ് ക്ഷീണിച്ചു പോയി എന്നാണ്. അപ്പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നു ബോറിംഗ് എന്ന്. പ്രസിഡന്റ് ഒരേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ആ ഉള്ളടക്കത്തെക്കുറിച്ച് രണ്ടുപേർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ അവിടെ നടത്താമായിരുന്നു, മാധ്യമങ്ങളോട് പ്രതികരിക്കാമായിരുന്നു. അതിന് പകരം ആ വ്യക്തിയെ, രാഷ്ട്രപതി എന്ന പദവിയെ അവഹേളിക്കുകയാണ് ആ ഒരു സംഭാഷണത്തിലൂടെ അവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തം. എന്തായാലും കോൺഗ്രസിന്റെ വരേണ്യ സ്വഭാവത്തിന്റെ ഒരു പ്രതിഫലനം അത് പുറത്തേക്ക് വന്നതാണോ, എക്സ്പോസ്ഡ് ആയതാണോ എന്നതൊക്കെ രാജ്യം ചർച്ച ചെയ്യട്ടെ. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിക്കുമ്പോൾ ആ ഭരണഘടനാപരമായ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ അപമാനിക്കുന്ന വ്യക്തികളാണ് ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് എന്നതുകൂടി രാജ്യം കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. ഗോത്രവർഗത്തിന് അല്ലെങ്കിൽ ഗോത്രവർഗത്തിന് റെപ്രസെന്റേറ്റീവായ ഒരാൾക്ക് ഒരിക്കലും 1 മണിക്കൂർ നിന്നതുകൊണ്ടൊന്നും ഒരു ക്ഷീണവും ഉണ്ടാകില്ല. കാരണം അവർ അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് ആ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കി പല പ്രതിസന്ധികളോടും ഇവരൊന്നും ഒരിക്കൽ പോലും കണ്ടിട്ട് പോലുമില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് ദ്രൗപദി മുർമു. അതുകൊണ്ട് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പെക്ട് ദ്രൗപദി മുർമുവിനെ അപലപിച്ചതിനോട്, ദ്രൗപദി മുർമുവിനെ ഈ രീതിയിൽ അപമാനിക്കുകയാണ് ചെയ്തത്. ഒരു വാക്കുപിഴയായി ഞാൻ ഇതിനെ കാണുന്നില്ല, ഇത് രാഷ്ട്രപതിയെ അപമാനിക്കലാണ്. വാക്കുപിഴച്ചോ ശ്രീ അഗസ്റ്റിൻ? വാക്കുപിഴച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ത്യയുടെ പ്രഥമ പൗരയായ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ സോണിയാഗാന്ധിനെ പോലെ ഇത്രയും മുതിർന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ല. അവർക്ക് 78 വയസ്സായി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ 78 വയസ്സായ ഒരാളിൽ നിന്നും മറ്റൊരു സ്ത്രീക്ക് അങ്ങനെ പറയാൻ പാടും. ഇനി അങ്ങനെ ഒരു പ്രായമായ സ്ത്രീയെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കുറിച്ചൊന്നും ഒരിക്കലും അങ്ങനെ പ്രധാനമന്ത്രിയെ പോലും പറഞ്ഞാൽ സമ്മതിക്കില്ല. എതിർ പാർട്ടിയിൽ നിൽക്കുമ്പോൾ പോലും പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ് ദ്രൗപദി മുർമുവിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഉണ്ണി സാർ നേരത്തെ പറഞ്ഞ പോലെ വാർഡ് മെമ്പറായി തുടങ്ങിയതാണ്. വാർഡ് മെമ്പർ, MLA, മന്ത്രി, ഗവർണർ, രാഷ്ട്രപതി, അങ്ങനെ അവർ കടന്നു വന്ന വഴികളെക്കുറിച്ചൊക്കെ നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ്. അവർ രാഷ്ട്രപതിയായ സമയത്ത് നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ ചർച്ചകളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇതൊന്നും ഇവർക്ക് അറിയാത്തതുകൊണ്ടല്ലേ എന്നേ അവരെന്താ ഒരു നയപ്രഖ്യാപനം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അവർ പറയുന്ന വാക്കെന്താ? രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ബോറിംഗ്. എന്താ സിനിമ കണ്ടിട്ട് ഇറങ്ങി വരികയാണോ? നമ്മൾ സാധാരണ സിനിമ കണ്ടിട്ടൊക്കെ ഇറങ്ങി വരുമ്പോൾ പറയുന്ന പോലെ ബോറിംഗ് എന്ന് പറയുകയാണ്. അതിനെക്കുറിച്ചൊരു കണ്ടന്റിനെ കുറിച്ച് അടുത്ത ചോദ്യത്തിന് പറയുന്നത് നോ കമൻസ്. പിന്നെ ആരാണെന്നേ ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്ക്. എവിടെയാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്? നമ്മൾ ഈ പുകവലിൻ്റെ പരസ്യത്തിൽ പറയല്ലോ, ഈ നാടിന് ഇതെന്ത് സംഭവിച്ചു, ഒരിടത്ത് പോകാം. ഇത് കോൺഗ്രസ്സിന് പറയേണ്ട വാക്കാണ്. പല സ്ഥലത്തും അവസ്ഥ അതാണ്. എന്തൊക്കെയോ സംഭവിക്കുന്നു, എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നു. അവർ അമ്മ, മകള്, മകൻ 3 പേരും കൂടെ ചർച്ച ചെയ്യുകയാണ്. അതാണ് കോൺഗ്രസ് അവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത്. അതെന്താ പാർലമെൻറ്റിൻ്റെ പ്രിമിസസിൽ നിന്നിട്ട് പറയുകയാണ്. അത് പറയുന്ന ശൈലിയോ, ആ ശൈലി എന്ന് പറഞ്ഞാൽ നോ കമൻസ് എന്ന് പറയാം. ഏത് നയപ്രഖ്യാപനം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആ നയപ്രഖ്യാപനത്തിൽ 65 ബില്ലുകളെ കുറിച്ചിട്ടാണ്. നാളെ ചർച്ച ചെയ്യാൻ പോകുന്ന 65 ബില്ലുകളാണ് അതിൽ പരാമർശിച്ചത്. അതിലേക്ക് ഏതൊക്കെയാണ്? ഈ വഖഫ് ഭേദഗതി, ഇപ്പോൾ നമുക്കൊക്കെ നേരിട്ട് അറിയാവുന്ന കാര്യത്തിൽ വഖഫ് ഭേദഗതി ആയാലോ, ഒരു രാജ്യം ഒരു ഇലക്ഷൻ പറഞ്ഞ് നോടൊരു 65 പ്രധാനപ്പെട്ട ബില്ലുകൾ നയപ്രഖ്യാപനത്തിൽ വായിച്ചിട്ട് ഒരക്ഷരം അതിനെക്കുറിച്ച് പറയാതെ നോ കമൻസ് എന്ന് പറയും. എന്നിട്ട് അടുത്ത് വായിക്കുന്ന ബോറിംഗ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവരെവിടെയാണ് നിർത്തുന്നത്? ഏത് ശൈലിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത്? നാളെ ഇവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഒരൊറ്റ കമൻറ്റോടുകൂടി ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നടത്തിയ കമൻസോട് കൂടിയിട്ട് ഇവർക്ക് പാർലമെൻറ്റിൽ ഈ പറഞ്ഞ ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പറയാൻ പറ്റാൻ പോകുന്നില്ല. അതെല്ലാം അവർ അപ്പാടെ നശിപ്പിച്ചു. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഡൽഹി ഇലക്ഷൻ നടക്കുന്നു. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ബില്ലുകളെല്ലാം പാർലമെൻറ്റ് പാസ്സാവേണ്ടതാണ്. അതിനെക്കുറിച്ചിട്ടാണ് അവർ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് 3 ഇരട്ടി സ്പീഡിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് സ്പീഡിൽ പോകുകയാണെന്ന് പറയുകയാണ് രാഷ്ട്രപതി. അതിനെക്കുറിച്ച് പോലും ഒരു അക്ഷരം മിണ്ടുന്നില്ല.
ഒരക്ഷരം മിണ്ടുന്നില്ല. പിന്നെ പിന്നെ പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞത് എന്താ? ഇന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ ഏത് ദൈവമാണ്, ലക്ഷ്മി തല. ലക്ഷ്മി സ്തുതി പറഞ്ഞുകൊണ്ടാണ്. അതെ, അത് അപ്പം പിന്നെ ഇടത്തട്ടിലുള്ളവർ അങ്ങനെ ലക്ഷ്മി പിന്നെ സ്തുതിക്കുക അങ്ങനെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു സംവിധാനത്തിലേക്ക് പ്രധാനമന്ത്രി പറയും അതിനെക്കുറിച്ച് പോലും ഇവർക്ക് കമൻ്റ് ഇല്ല എന്നുള്ള ഒരക്ഷരം കൂടെ. ഒരു നിയമസഭ, ഒരു പാർലമെൻറ്റിൽ നയപ്രഖ്യാപനം എത്ര കാര്യം നമ്മൾ വേണ്ടാന്ന്. ഇപ്പം നിയമസഭയിൽ ഒരു നയപ്രഖ്യാപനം ഗവർണർ നടത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അന്നത്തെ ചർച്ചകളിൽ ഒരു 30% ചർച്ച ചെയ്യാൻ പോകുന്ന നയപ്രഖ്യാപനം ബന്ധപ്പെട്ടതല്ലേ. പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയെ പിന്നെ കോൺഗ്രസ്സിന് അത് നടത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നതിലാണ് ഏറ്റവും അപകടമായ സ്ഥിതി എന്നുള്ളതാണ്. അതിനേക്കാളും കൂടുതൽ എന്താണ്, സോണിയാഗാന്ധി അങ്ങനെ പറയാൻ പാടുമോ? ഒരിക്കലും പറയാൻ പാടില്ലല്ലോ. നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിബിംബമായിട്ടാണ് മറ്റു രാജ്യങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത്. ഒരിക്കലും ഒരു ശത്രു രാജ്യങ്ങൾ പോലും പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുന്നില്ലല്ലോ. ശത്രു രാജ്യം നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടോ പ്രസിഡൻറ്റിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ അതിനെന്താണ്, അത് പക്വതയോട് കൂടിയിട്ടുള്ള മറുപടിയാണെന്ന് രാഷ്ട്രപതി കൊടുത്തതെന്നുള്ളതാണ്. പക്വതയോട് കൂടിയിട്ടുള്ള മറുപടി. ഇങ്ങനെ പറയാൻ പാടില്ല. അത് ഒരാളുടെ പേരെടുത്ത് പറഞ്ഞില്ല, രാഷ്ട്രീയ നേതാക്കന്മാരെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇവരെ 3 പേരെ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ, വേറെ ആരെയും അതിനകത്ത് ഉദ്ദേശിച്ചില്ല. ഇവർ 3 പേര് മാത്രമേ അതുണ്ടായുള്ളൂ. കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ അത് പറയായിരുന്നു. ഒരു കോൺഗ്രസ് നേതാവ് ആ കൂടെ ഇല്ല, ഇവർ 3 പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഇതിനകത്ത് അവർ ചെയ്യേണ്ടിയിരുന്നത്? അവർക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അതിന് മാപ്പ് പറയുകയാണ് വേണ്ടത്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അന്നേരം തന്നെ പിന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയാം, അതിനെ മല്ലികാർജ്ജുന ഖാർഗെ വന്നിട്ട് നിങ്ങൾ അപമാനിച്ചില്ലേ, നിങ്ങൾ ബഹുമാനിച്ചിട്ടില്ലല്ലോ. അത് ബഹുമാനിച്ചില്ലോ ഇവർക്ക് പറയാൻ അധികാരമുണ്ട്. പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എന്താണ്, ഇവർ അവമാനിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന് മാപ്പ് പറയാൻ പറ്റുന്നുണ്ടോ, മാപ്പ് പറയാൻ പറ്റുന്നില്ലേ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് വാക്ക് പിഴച്ചു എന്നുള്ളത് മാത്രമല്ല, സോണിയാഗാന്ധിയും കോൺഗ്രസും ഇന്ന് ചെയ്തത് നമ്മുടെ രാഷ്ട്രപതിയെ അപമാനിക്കുകയാണ് ചെയ്തത്. അത് കാരണം എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രയും സാധാരണക്കാരുടെ 10 കോടി നരേന്ദ്രമോദി പറഞ്ഞതിലത് കാര്യമുണ്ട്, ഇന്ന് പറഞ്ഞ കാര്യമുണ്ട്. എന്താ, 10 കോടി വരുന്ന ദളിതരുടെ പ്രതിനിധിയാണ്. അത് സത്യമാണ്. 10 കോടി ഗോത്രവർഗ്ഗങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് പ്രധാനമന്ത്രി. അത് സത്യമാണ്. കാരണം ഏത് പ്രധാനമന്ത്രി ഗോത്രവർഗ്ഗങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വന്നിട്ടുള്ളതെന്ന്, രാഷ്ട്രപതിയാണ് ഗോത്രവർഗ്ഗങ്ങളിൽ നിന്ന് പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയിട്ടുള്ളത്. ഒരാൾ പോലും ആയിട്ടില്ലല്ലോ, അതും ഒരു വനിതയാണ്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതൊരു പ്രധാനമന്ത്രി അതിനകത്താണ് കാര്യം, അല്ലാതെ സോണിയാഗാന്ധി ന്യായീകരിക്കുന്നതിലല്ല. അവരെത്രയും പെട്ടെന്ന് മാപ്പ് പറയുക എന്നുള്ളതാണ് അതിൽ ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വാക്കുപിഴച്ചോ എന്ന ചോദ്യത്തിന് വാക്കുപിഴച്ചിട്ടുണ്ട്. അത് രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന പ്രതികരണം. അതാണ് യഥാർത്ഥത്തിൽ അത് അനുചിതമായി പോയി, അത് ദൗർഭാഗ്യകരമായി പോയി. അത് സോണിയാഗാന്ധിയെ പോലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമായി പോയി. അതൊരു പ്രസംഗത്തിലായിരുന്നെങ്കിൽ അതിൻ്റെ ഗൗരവം കുറച്ചുകൂടി ഉയർന്നേനെ. പക്ഷേ ഇതൊരു സംഭാഷണമാണ്. ആ സംഭാഷണം അമ്മയും മക്കളും തമ്മിലുള്ള സംഭാഷണമാണ്. അവിടേക്ക് അപ്പോഴേക്കും മാധ്യമങ്ങൾ എത്തുകയും മൈക്ക് ആ ശബ്ദം പിടിച്ചെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് വിവാദമായിരിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റുപിടിച്ചുകൊണ്ട് BJP പറയുന്ന മുഴുവൻ ഗോത്രവർഗ്ഗങ്ങളെയും അപമാനിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ദ്രൗപദി മുർമു എന്ന ഒരു രാഷ്ട്രീയ നേതാവ് വന്ന വഴി മനസ്സിലാക്കാതെ, അവർ വന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ആ രാഷ്ട്രപതിയെ അപമാനിക്കുകയാണ് എന്ന വാദം പൂർണ്ണമായി ഞാൻ തള്ളിക്കളയാണ്. അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം ഒരു പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ രാഷ്ട്രപതിയെ മാറ്റി നിർത്തിയ മോദി സർക്കാർ അന്ന് രാഷ്ട്രപതിയെ അപമാനിച്ചതിൽ പോലെ ഒരു വലിയ അപമാനം ഒരു രാഷ്ട്രപതിയും നേരിട്ടിട്ടില്ല. അതിലപ്പുറം ഒരു അപമാനമായി ഇതിനെ ഞാൻ കാണുന്നില്ല. ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആ വാചകങ്ങൾ കൊണ്ട് സോണിയാഗാന്ധി ഒരുപക്ഷെ ഉദ്ദേശിച്ചിരിക്കുക സർക്കാരിൻ്റെ ഈ തെറ്റായ നയങ്ങൾ പ്രസംഗിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിൽ ഈ പറയുന്ന വഖഫിൻ്റെ കാര്യമായാലും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന കാര്യമായാലും അതൊരു വലിയ നേട്ടമായും അഭിമാനകരമായ നേട്ടവുമായിട്ടാണ് ആ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസംഗിക്കേണ്ടി വന്നു, ഇത്ര മണിക്കൂർ പ്രസംഗിക്കേണ്ടി വന്നു എന്നതിനെ ആയിരിക്കണം അവർ പൂർ തിങ് എന്ന് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോണിയാഗാന്ധി പൊതുവെ ആരെയും അപമാനിച്ച് പ്രതികരിക്കുന്ന ഒരു രീതിയുള്ള രാഷ്ട്രീയ നേതാവല്ല എന്നും ഓർക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു പിഴവ് ഈ തരത്തിൽ മൈക്കുകൾ നിൽക്കുന്ന സമയത്ത് ഒരു പരാമർശം നടത്തിയത് അനുചിതമായി പോയി. പ്രത്യേകിച്ച് പാർലമെൻറ്റ് വളപ്പിൽ വെച്ചിട്ട് അത് രാഷ്ട്രപതിയാകുമ്പോൾ കുറച്ചുകൂടി ആലോചിച്ച് നടത്തേണ്ട പ്രതികരണമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ പാവം സ്ത്രീ ക്ഷീണിച്ചു പോയി എന്ന തരത്തിലായിരുന്നു. അപ്പോൾ പ്രായവുമായി ബന്ധപ്പെട്ട് അതിനെ കാണേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം സോണിയാഗാന്ധിക്ക് 78 വയസ്സായ സോണിയാഗാന്ധിക്കും വയ്യ. സോണിയാഗാന്ധിയാണ് യഥാർത്ഥത്തിൽ ഈ വിവാദത്തിന് ശേഷം തളർന്നു പോയത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അവർ ഉദ്ദേശിക്കാത്ത തരത്തിലേക്ക് ആ വിവാദം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ PR സുനിൽ ലൈവ് പറഞ്ഞതുപോലെ പല വാക്കുകളും വാക്പിഴകളും ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നത് കൃത്യമായി ഉപയോഗിക്കാൻ BJPക്ക് നല്ല ബുദ്ധിയുണ്ട്. അത് ഉപയോഗിക്കാൻ
ഉപയോഗിക്കുകയും പല തെരഞ്ഞെടുപ്പുകളിലും അത് നേട്ടമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലുള്ളൊരു പരാമർശമായി ഇതിൽ ഇപ്പോൾ നടന്നിരിക്കുന്നു. ഇപ്പോൾ പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ മുഴുവൻ ദളിതരും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുമുള്ള അധിക്ഷേപമാണ് സോണിയാഗാന്ധി നടത്തിയത് എന്നാണ്. അവർ റോയൽ ഫാമിലിയുടെ രീതിയിൽ എലീറ്റ് ക്ലാസിൻ്റെ പ്രതികരണം നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അംബേദ്കറുടെ ഭരണഘടനയോട് തന്നെ അവജ്ഞയുള്ളവരാണ് ഇവിടെ ഭരിക്കുന്നത്. യഥാർത്ഥത്തിൽ അംബേദ്കറെ തള്ളിക്കൊണ്ടുള്ള നിലപാടെടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ BJP ആണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യക്കൊരു ഭരണഘടന വേണ്ട എന്ന മുഖപ്രസംഗം എഴുതിയവരാണ് BJP. അത് ഓർഗനൈസറിൽ RSS എഴുതിയിട്ടുള്ളതാണ്. അംബേദ്കർക്കെതിരെ സമരം നടത്തിയവർ, അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഹിന്ദു കോഡ് ബിൽ അവതരിപ്പിച്ചപ്പോൾ അംബേദ്കർക്കെതിരെ സമരം നടത്തിയവരാണ് ഇപ്പോൾ ഗോത്രവർഗത്തെയും ദളിതരെയും അപമാനിക്കുന്നു എന്ന് പറയുന്നത്. അതിലുമപ്പുറം പശുക്കളെ കൊന്നുവന്നതിൻ്റെ പേരിൽ ദളിതരെ ആക്രമിക്കുന്ന ഗോരക്ഷാ സമിതി ഉണ്ടാക്കിയ കൂട്ടരാണിപ്പോൾ ദളിത് സ്നേഹം പറയുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കൃത്യമായി BJPക്ക് അറിയാം. അപ്പോൾ ദളിതർക്കെതിരെ, ഗോത്രവർഗത്തിനെതിരെ, പിന്നാക്കക്കാർക്കെതിരെയൊക്കെ നടത്തുന്ന ഒരു പ്രതികരണമായിട്ടൊക്കെ വ്യാഖ്യാനിക്കും, അതിന്മേൽ ചർച്ച നടത്തും എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ നാളെ മുതൽ അങ്ങോട്ട് നടക്കാനിരിക്കുന്ന ഗൗരവത്തിലുള്ള ചർച്ചയിൽ നിന്നും അല്ലെങ്കിൽ ബജറ്റുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഈ വിഷയം നന്നായി ഉപയോഗിക്കാൻ BJPക്ക് കഴിയും. അതിന് BJP ആരും പഠിപ്പിക്കേണ്ടതില്ല. മോദി എത്രത്തോളം അധിക്ഷേപങ്ങൾ ആർക്കൊക്കെ എതിരെ നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിവിധ വിഭാഗങ്ങൾക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പന്നികളെ പോലെ പ്രസവിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. വേഷം കണ്ടാൽ അവരെ തിരിച്ചറിയാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരം അപമാനങ്ങളൊന്നും തന്നെ ഈ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, താൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ദൈവത്തിന് വേണ്ടി ദൈവം എന്നെ ഇവിടെ പ്രവർത്തിക്കാൻ വിട്ടതാണ് എന്നതടക്കമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ടതാണ് മോദിയിൽ നിന്നുള്ള ഒരു മനുഷ്യനിലപ്പുറമുള്ള ഒരു ദൈവപുത്രനായി താൻ മാറിയിരിക്കുന്ന എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങളൊന്നും ഇവരാരും തന്നെ നടത്തിയിട്ടില്ല. ഭൂമിയിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ്. പക്ഷേ ഇത് അനുചിതമായി, ദൗർഭാഗ്യകരമായി പോയി. അതിൽ സോണിയാഗാന്ധി പക്വമായി തന്നെ തൻ്റെ വാക്കുകൾ ദുരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടതല്ല, അല്ലെങ്കിൽ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് തെറ്റായി പോയി എന്നൊരു പ്രതികരണം സോണിയാഗാന്ധിയിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. ആ പ്രതികരണമാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ എല്ലാവരും തന്നെ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് ദ്രൗപദി മുർമുവിനല്ല, BJPക്കാണ് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാർ. അപ്പോൾ അവിടെയാണ് പിഴവ് പറ്റുന്നത്. കോൺഗ്രസിന് BJPയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പോലെ ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാകും. പിന്നാക്കക്കാരെ അപമാനിച്ചത്, അല്ലെങ്കിൽ ദളിതരെ ഈ പശുവിൻ്റെ പേരിൽ കൊല്ലുന്ന കണക്കുകളൊക്കെ എടുത്താൽ, UPയിലൊക്കെ എടുത്ത കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിഭീകരമായ കണക്കുകളാണ്. ഗുജറാത്തിലെ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രതിരോധത്തിലാക്കാൻ വിഷയങ്ങളുണ്ട്. പക്ഷേ അതിലേക്കൊന്നും പോകാതെ തൻ്റെ ഈ പരാമർശം തെറ്റായിപ്പോയി അല്ലെങ്കിൽ അനുചിതമായിപ്പോയി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് സോണിയാഗാന്ധിക്ക് നല്ലത്. നാളെ മുതൽ അങ്ങോട്ട് പ്രതിപക്ഷത്തിൻ്റെ സമയമാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രതികരിക്കാൻ. അപ്പുറത്ത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ആപ്പിലെ 7 MLA-മാർ ഇതിനകം രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയും ഒരു നേട്ടമുണ്ടാക്കാനുള്ള BJP ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. അപ്പോൾ അതിനിടയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്ന വിഷയങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാതെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അതിൻ്റെ ഒരു കൗശലവും ബുദ്ധിയും ഉപയോഗിക്കേണ്ട സമയമാണ്. അത് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ നിരവധി വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ നാളെ ബജറ്റുമായി ബന്ധപ്പെട്ടും നിരവധി കാര്യങ്ങൾ പറയാനുണ്ടാകും. അതൊക്കെ പറയും. നേരത്തെ ശ്രീ ആനഗസ്റ്റിൻ പറഞ്ഞതുപോലെ ലക്ഷ്മി സ്തുതിയിൽ തുടങ്ങുന്ന ഒരു പ്രസംഗം എന്നുള്ളതിനൊന്നും വിമർശിക്കാൻ കോൺഗ്രസ് ഒന്നും ഒരു കാലത്തും തയ്യാറാവില്ല കേട്ടോ. അതൊരിക്കലും ചെയ്യില്ല കോൺഗ്രസ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് അത് മിണ്ടാതെ അങ്ങ് പോവുക എന്നല്ലാതെ അതിലൊന്നും തൊടില്ല. അതിനുള്ള ബുദ്ധി അവർക്കുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അവർക്കൊരു പിഴവ് പറ്റി. ഈ പറഞ്ഞമായി മൈക്കിൻ്റെ മുന്നിൽ വെച്ച ഒരു കുടുംബം ഇരുന്ന് സംസാരിക്കേണ്ട ഒരു ഘട്ടമായിരുന്നില്ല. ബോറിംഗ് എന്ന രാഹുൽ ഗാന്ധിയും പലപ്പോഴും ഈ തരത്തിൽ ഈ ചാടിക്കേറി പ്രതികരണങ്ങൾ നടത്താറുണ്ട്. കുറേ കാലം മുമ്പ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു കാലമായിട്ട് അങ്ങനെയൊന്നും സംഭവിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പുറത്ത് നടത്തിയത് രാഷ്ട്രപതിയാണ് പ്രസംഗം നടത്തിയത് എന്ന് മറന്നു പോയിക്കൊണ്ട് അത് ഭരണപക്ഷത്തോടുള്ള വിമർശനമായി മാറ്റുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ പിഴവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിനോട് എന്തെങ്കിലും അതിനകത്ത് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഇപ്പം നമ്മൾ ഈ സോണിയാഗാന്ധിക്ക് സംഭവിച്ചിരിക്കുന്ന വാക്കുപിഴയുടെ പ്രശ്നമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? ദ്രൗപദി മുർമു എന്ന് പറയുന്നയാള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡാണ് അല്ലേ? ഭരണഘടനയുടെ അധികാരിയായിട്ട്, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട്, ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസണായിട്ട് നിൽക്കുന്ന ഒരാളാണ്. രണ്ട് സമയത്ത് മാത്രമാണ് രാഷ്ട്രപതി പബ്ലിക്കലി അപ്പിയർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ഒന്ന് ഈ പറയുന്ന ലോക്സഭയുടെയും രാജ്യസഭയുടെയും വാർഷിക സമ്മേളനം നടക്കുമ്പോൾ സംയുക്ത സമ്മേളനത്തിൽ വന്നിട്ട് രാഷ്ട്രപതി ഒരു പ്രസംഗം വായിക്കും. രണ്ടാമത് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ സമരത്തിന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഈ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളുടെയും സമയത്ത് നല്ല ആരോഗ്യത്തോടുകൂടി ഉഷാറായിട്ടാണ് രാഷ്ട്രപതിമാർ വന്നിട്ട്, അത് ഏത് രാഷ്ട്രപതിയാണെങ്കിലും വന്നിട്ട് അഭിസംബോധന ചെയ്യുക. അപ്പോൾ അവർ ക്ഷീണിതയായി എന്നൊക്കെ പറയുന്നത് രാജ്യത്തിന് ചേർന്നതല്ല. അതാണ് പ്രശ്നം.
നിങ്ങൾ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് നമ്മുടെ രാജ്യത്ത് പല തരത്തിലുള്ള തർക്കങ്ങളുണ്ടാകും, പലതരത്തിലുള്ള വിയോജിപ്പുകളുണ്ടാകും. പക്ഷേ നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് രാജ്യം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഫസ്റ്റ് സിറ്റിസൺ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരാളെ കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ അങ്ങ് ക്ഷീണിച്ചു പോയി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നോക്കൂ, നമുക്ക് എത്ര ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് സംസ്ഥാന സർക്കാർ എത്ര ഏറ്റുമുട്ടലാണ് ഉള്ളത്, വലിയ ഏറ്റുമുട്ടലാണ് ഉള്ളത് അല്ലേ. പ്രതിപക്ഷവും ഏറ്റുമുട്ടലാണ് ഉള്ളത്. അല്ലാതെ ആരിഫ് മുഹമ്മദ് ഖാനായിട്ടൊരു യോജിപ്പും കോൺഗ്രസിനുമില്ല, CPM-നുമില്ല. പക്ഷേ നയപ്രഖ്യാപന പ്രസംഗം, അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം വന്നു കഴിഞ്ഞാൽ ആ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം ആരെങ്കിലും പറയാറുണ്ടോ വല്ലാണ്ട് ക്ഷീണിച്ചു, അത് തളർന്നുപോയി, വല്ലാത്ത ബുദ്ധിമുട്ടിലായിപ്പോയി? അങ്ങനെ ആരും പറയത്തില്ല. കാരണം വെച്ചാൽ അവിടെ രാഷ്ട്രപതിയാണെങ്കിൽ ഇവിടെ ഗവർണറാണ്, രണ്ടുപേരും കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആളുകളാണ്. അതിനോടൊരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ്. അതൊരു സാധാരണ സംഭാഷണത്തിൽ പോലും സംഭവിച്ചുകൂടാ. ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. ഇവിടെ പിന്നെ ഇത് BJP എങ്ങനെ പൊളിറ്റിക്കലി പിന്നെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പോകുന്നു എന്നതിനപ്പുറം, അല്ലെങ്കിൽ കോൺഗ്രസിന് ഇതെങ്ങനെ ക്ഷീണം ചെയ്യാൻ പോകുന്നു എന്നതിനപ്പുറം, ഒരു പബ്ലിക് സ്പിയറിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ മേധാവിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടത്തേണ്ട സംഭാഷണങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ് എന്നുള്ളതാണ് ഇത് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ പിന്നെ രാജ്യത്ത് ആദ്യമായിട്ടൊരു ദളിത് വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് പ്രസിഡന്റ് ഉണ്ടായത് എപ്പോഴാണ്? കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. KR നാരായണൻ എന്ന മലയാളി ദളിത് വിഭാഗത്തിൽ നിന്ന് ആദ്യമായി ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. ആദ്യമായി ഇന്ത്യയുടെ വനിതാ പ്രസിഡന്റ് ഉണ്ടാകുന്നത് പ്രതിഭാ സിംഗ് പട്ടേലിന്റെ കാലത്ത്. പിന്നെ വേറെ ആരുണ്ട് കേട്ടോ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആരും ഭരിച്ചത് കോൺഗ്രസ് ആണ്. ഇത്രയും കാലം ഭരിച്ചപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ പഠിക്കൽ കൊണ്ട് കലമുടച്ചത് നിശ്ചയമായിട്ടും അല്ല, അതിനകത്തൊരു സംശയമില്ല. ഈ പറയുന്ന പാർലമെന്റിന്റെ പ്രൊമൈസസിൽ വെച്ചിട്ട് ഈ പറയുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയെ കുറിച്ച് പൂവർ ലേഡി എന്നൊന്നും പറഞ്ഞുകൂടാ. ആദ്യം പൂവർ ലേഡി, അത് കഴിഞ്ഞിട്ട് പൂവർ തിങ് എന്ന് പറയുന്നതിന്റെ അതിന്റെ കൃത്യമായിട്ടുള്ള മീനിങ് കൂടി നമ്മൾ നോക്കണം. പൂവർ തിങ് എന്ന് എപ്പോഴും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ ബിലിറ്റിൽ ചെയ്യാൻ, ചെറുതാക്കി കാണിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ് പൂവർ തിങ്. അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നോക്കൂ, അവർ വരുന്ന അവരുടെ ഒരു പശ്ചാത്തലം, രാജ്യത്ത് അവരുടെ ഒരു പശ്ചാത്തലം കൂടി വരുമ്പോൾ അത് വലിയ പ്രശ്നമായി. വെച്ചാൽ ഇപ്പം ഒരു ജാതിയുടെ പ്രശ്നമല്ല എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തൊരു ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ബ്രാഹ്മിനാണ് ആ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, നിങ്ങൾ അയാളെ പൂവർ തിങ് എന്ന് വിളിക്കുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഇഫക്റ്റും ഗോത്രവർഗ്ഗത്തിൽ നിന്നോ ആദിവാസി വിഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്നോ ഒരാൾ വന്നിട്ട് ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു പൂവർ തിങ് എന്ന് വിളിക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസം. പക്ഷേ നേരത്തെ പ്രതിഭാ പാട്ടീലിനെ കുറിച്ച് പറഞ്ഞല്ലോ. പ്രതിഭാ പാട്ടീൽ എന്ന് പറയുന്നത് എപ്പോഴും ഗാന്ധി ഫാമിലിയുടെ ഒരു ലോയലിസ്റ്റ് ആയിരുന്നു. അങ്ങനെ കടന്നു വന്നയാളാണ്. ഇവർ എങ്ങനെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്ന് പറയുന്നത് ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ട്രൈബൽ വുമൺ ആണ്. ആ രീതിയിൽ കടന്നു വന്നിട്ടുള്ള മറ്റൊരാളെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന മറ്റൊരാളെ കാണിക്കാൻ കഴിയുമോ? ഒരാൾ പോലുമില്ല. ഇത്രയും ഒരു ഹൈ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും അവർ സെൽഫ് മെയ്ഡ് ആയിട്ടാണ്. അവരെ ആരും വന്ന് ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നതല്ല. ഘട്ടം ഘട്ടമായിട്ടാണ്, നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഘട്ടം ഘട്ടമായി വളർന്നു വന്ന ഒരു നേതാവിനെ അവരെ ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കാൻ, രാഷ്ട്രപതി ആയി കഴിയുമ്പോൾ അവരെ അപമാനിക്കാതിരിക്കുക. മറ്റൊരു ദൃശ്യം കൂടിയുണ്ട്. ഇപ്പോൾ പൂവർ തിങ്ങിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാട്ടാം. ഇപ്പോൾ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രപതിയോടുള്ള ഈ അവജ്ഞ, ഇത് ആദ്യമായിട്ടല്ല വരുന്നത്. ഇത് നേരത്തെ രാഷ്ട്രപതിയുടെ അഭിസംബോധന അങ്ങ് പറഞ്ഞതുപോലെ നേരത്തെ സർദാർ പട്ടേലിന്റെ 150ാം ബർത്ത് ആനിവേഴ്സറി അനൗൺസ് ചെയ്തപ്പോൾ ആ സമയത്ത് എന്താണ് കണ്ടത്? ആ സമയത്ത് ഈ നമ്മളിപ്പോൾ സഭയിലെ ദൃശ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരും, അതായത് പ്രതിപക്ഷ ബെഞ്ചിലുള്ള എല്ലാവരും ഡെസ്കിൽ തട്ടി ഈ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. അവർ അവിടെ അതിലൊരു സന്തോഷം പ്രകടിപ്പിക്കുന്നത് കാണാം. അപ്പോൾ ഈ 150ാമത് ബർത്ത് ആനിവേഴ്സറി അനൗൺസ് ചെയ്തപ്പോഴേക്കും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അനങ്ങിയിട്ടില്ല. അവർ മാത്രമാണ് അവിടെയും ആ ഡിസ്റെസ്പെക്ട് കാണിക്കുന്നത്. അപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഇവിടെ ഈ ഒരു ഡൈനാസ്റ്റിയോടുള്ള ഒരു ഗ്ലോറിഫിക്കേഷൻ അപ്പുറം ഇവിടെ ഈ ബർത്ത് ആനിവേഴ്സറി അനൗൺസ് ചെയ്യുമ്പോൾ സർദാർ പട്ടേലാണ്, അവിടെയും അത് തന്നെയാണ്, അനങ്ങുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയെയും നരേന്ദ്രമോദിയെയും എതിർക്കുക എന്നതുപോലെയാണോ സർദാർ പട്ടേലിനെയും അതുപോലെ തന്നെ രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയെ ബോറിംഗ് എന്നും രാഷ്ട്രപതി പോർത്തിങ് ആണെന്നും ഒക്കെ പറയുന്നത് ദൃശ്യങ്ങൾ തന്നെ തെളിവുകളായുണ്ട്. സർദാർ പട്ടേലിനെ ഇങ്ങനെ അപമാനിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറിയെ കുറിച്ച് പറയുമ്പോൾ കൈകെട്ടി അനങ്ങാതെ ഇരിക്കുന്നത്, അത് ഇന്ത്യയുടെ യൂണിറ്റിയെ തന്നെ അവർ ബഹുമാനിക്കുന്നില്ല എന്നതാണ്. ഇനി എവിടെയാണ് ഈ ബഹുസ്വരതയെക്കുറിച്ച്, നാനാത്വത്തിൽ ഏകത്വത്തെക്കുറിച്ചൊക്കെ കോൺഗ്രസിന് ആർജവത്തോടെ ഭരണഘടനയും പോക്കറ്റിലിട്ട് നടന്നാൽ പോരാ. ഭരണഘടനയുടെ ഹെഡായിട്ടിരിക്കുന്ന ആളെ ബഹുമാനിക്കാൻ പഠിക്കണം. അല്ല, ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇന്നത്തെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത നാളത്തെ ബഡ്ജറ്റിനെ കുറിച്ചിട്ടായിരിക്കുമല്ലോ അല്ലേ? നാളെ എന്താണ്, ഏതൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, എന്താണ് അതിനെക്കുറിച്ചിട്ട് ഇവർ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് പ്രതിപക്ഷ നേതാവ് വന്നിട്ട് പറയാണ്. അതല്ല, അത് സാറ് പറഞ്ഞതിനകത്ത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, വളരെ പ്രധാനമാണത്. കാരണം വെച്ചാൽ പാർലമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ബോറിംഗ് എന്നൊരു വാക്കാണ് പറയുന്നത്. എത്ര അപക്വമാണ്. നേരത്തെ സ്മൃതി പറഞ്ഞ കണക്ക് മുൻകാലങ്ങളിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ആയിരിക്കും ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിട്ട് മാറുക എന്നതിൻ്റെ രീതിയിൽ വലിയ ഗംഭീരമായ പ്രസംഗങ്ങൾ പാർലമെൻറ്റിൽ നടത്തിയ ആളാണല്ലോ പിന്നെ രാഹുൽ ഗാന്ധി, വളരെ പക്വതയോടുകൂടി.
പക്ഷേ ഇത് രാജ്യത്തൊരു നയപ്രഖ്യാപനം രാഷ്ട്രപതി നടത്തിയിരിക്കുന്നു. ആ നയപ്രഖ്യാപനത്തിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 65 ബില്ലുകൾ ഈ സെഷനിൽ വരാൻ പോവുകയാണ്. നാളെ ബജറ്റ് വരാൻ പോവുകയാണ്. രാജ്യത്തെ മൂന്നാമത്തെ ലോക സമ്പദ് വ്യവസ്ഥയിലെ തന്നെ മൂന്നാമത്തെ രാഷ്ട്രമായി ഉയർത്താൻ പോകുന്നു എന്ന് പറയുന്നു. ആ രീതിയിലൊക്കെ വലിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നയപ്രഖ്യാപനത്തോട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പ്രതികരിക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി അല്ലേ അത്? അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ടല്ലോ. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ബോറിംഗ് എന്നൊരു ഒറ്റ വാക്ക് പറയാമെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഇമ്മച്ചുവറാണ് ആ പ്രതികരണം എന്ന് പറയുന്നത്. വീണ്ടും ചോദിക്കുമ്പോൾ നോ കമൻസ് എന്നാ പറയുന്നത്. ഞാൻ പറയുന്നത് ശക്തമായി ആഞ്ഞടിക്കേണ്ടതല്ലേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക്. പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും ശക്തമായ പ്രതികരണം വരേണ്ട സമയമാണ് ഇന്നും നാളെയും എന്നൊക്കെ പറയുന്നത് അല്ലേ. ആ സ്ഥലത്ത് ഇറങ്ങി വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇവരുടെ മുന്നിലേക്ക് മൈക്ക് ചെന്നതെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തിനാണ് ഇന്ന് പാർലമെന്റിന്റെ മുന്നിലേക്ക്? അല്ലെങ്കിൽ സാധാരണ എല്ലാ ദിവസവും ബഡ്ജറ്റ് സമ്മേളനങ്ങളല്ലേ, സമ്മേളനം കഴിഞ്ഞ് വരുന്ന സമയത്ത് എല്ലാവരും മൈക്ക് കൊണ്ട് ചെല്ലുന്നുണ്ടോ? അങ്ങനെയല്ല. മൈക്ക് കൊണ്ട് വരുമ്പോൾ എന്താണ് ഈ പറഞ്ഞ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും എല്ലാം റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മൈക്ക് മുന്നിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ബോറിംഗ് പറയാം. സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോൾ മറ്റു മൈക്ക് നീട്ടുന്ന പോലെ. അത് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു പ്രൈവറ്റ് കോൺവെർസേഷൻ അല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മൈക്കുകൾ, അതായത് ഞാൻ വീണ്ടും ആ ദൃശ്യം എടുത്ത് നോക്കുകയായിരുന്നു. കാരണം അങ്ങനെ പറഞ്ഞു പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ട് മൈക്കുകളൊക്കെ നീട്ടിപ്പിടിച്ചിട്ടുണ്ട്. മൈക്കുകൾ നീട്ടിപ്പിടിച്ചിട്ടുണ്ട്. അവെയറാണ്. ഇത്രയും ക്യാമറാസ് ചുറ്റുമുണ്ട്. സറൗണ്ട് ചെയ്ത് ക്യാമറാസ് ഉണ്ട്. പാർലമെന്റ് വളപ്പിലുണ്ട്. സാറിന് അറിയാമല്ലോ, നമ്മൾ കാണാറുള്ളതാണല്ലോ എങ്ങനെയാണ് അവിടെ പൊസിഷനിങ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായ ആ വലയത്തിനുള്ളിലാണ്, അല്ലാതെ ഇവർ പീപ്പിൻ ചെയ്തതല്ല. ശബ്ദം പുറത്തേക്ക് വന്നത്. പക്ഷേ മൈക്കിലൂടെ പറയുകയായിരുന്നില്ല, പരസ്പരം കൂടി ഉണ്ട്. സാർ അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, 2012 എന്ന് തോന്നുന്നു അദ്വാനി പറഞ്ഞു, അതായത് UPA 2 കുറിച്ച് പറഞ്ഞു വന്നപ്പോഴേക്കും അദ്വാനി ഇല്ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു. അന്ന് സോണിയാഗാന്ധിയാണ്, ഇതേ സോണിയാഗാന്ധിയാണ് അദ്വാനിയെ കൊണ്ട് മാപ്പ് പറയിച്ചത്. അപ്പോൾ ഇവിടെ സോണിയാഗാന്ധി അപ്പോളജി പറയണമല്ലോ, അൺകണ്ടീഷണൽ അപ്പോളജി. നാളെ രാവിലെ ആ ഒരു ഖേദപ്രകടനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആ മറുപടി. വാക്കുപിഴച്ചു എന്നതായിരുന്നു ചോദ്യം. യെസ് എന്നാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടത്. Meet the editors.